നമുക്കിന്ന് ഹെൽത്തി ടേസ്റ്റിയായ ബീട്രൂട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബീട്രൂട്ട് ചെത്തി അതൊന്ന് കൊത്തി അരിയണം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, 3 പച്ചമുളക് ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞു, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞു, പച്ചമുളക് 3 ചെറുതായിട്ട് അരിഞ്ഞു. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ കൈ നല്ലതായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഒരു അരമുറി തേങ്ങയും കുറച്ച് കരിവേപ്പിലയും ചേർക്കണം. ഒന്നിച്ചങ്ങിടാം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു ലേശം ഉപ്പ് ചേർക്കാം, അര സ്പൂണ് ഉപ്പ്. കൈ കൊണ്ട് ഞെരടിയെടുക്കണം. നമ്മൾ ഒരിക്കലും ഇത് ചോപ്പറിലിട്ട് അരിയരുത്. ഇത് ചോപ്പറിലിട്ട് അരിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും. കൂട്ടുകാരെ, നമ്മളൊരു പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. ഇതിന് ഈ കറിക്ക് നല്ല വെളിച്ചെണ്ണയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കരിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അതൊന്ന് കരിവേപ്പില ഒന്ന് വഴന്നു കഴിഞ്ഞ് നമുക്കിനിയും ബീട്രൂട്ടിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം. ഈ ബീട്രൂട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ് നമ്മൾ ഈ എണ്ണയിൽ ബീട്രൂട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല. ജസ്റ്റ് ഇതിനെ ഇങ്ങനെ തത്തിപ്പൊത്തി വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി അതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വയ്ക്കണം. ഓക്കെ, ഇനി അതൊന്ന് ആവി കയറട്ടെ. ഇപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഇനി നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് അതിൻ്റെ അടിയിലൊന്നും പിടിക്കത്തില്ല. വേണ്ട, ഇതിനകത്ത് തന്നെ ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതങ്ങനെ ഇറങ്ങിക്കോളും, അടിയിലൊന്നും പിടിക്കില്ല. അല്ലേ? ഇനി ഒരിച്ചിരി കൂടെ ഒന്ന് വേകാനുണ്ട്. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് കടിച്ച് നോക്കുമ്പോൾ ഒരു ബീട്രൂട്ട് കടിക്കുന്നതായിട്ട് തോന്നിയാൽ അത് വെന്തിട്ടില്ല. ഇപ്പം നല്ല സോഫ്റ്റാണ്. അപ്പം മീൻസ് അത് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ടേസ്റ്റിയായ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.